പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള സോഷ്യൽ മീഡിയ കുറച്ച് ദിവസമായി ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്. പറയുമ്പോൾ തന്നെ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. അവരുടെ ഇൻസ്റ്റഗ്രാമിൽ നിന്നുള്ള മാസവരുമാനം 70 ലക്ഷത്തിലേറെ. ഇപ്പോൾ നിങ്ങൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ടാവും. അതെ, അശ്വിനി എ എന്ന് പറയുന്ന പർപ്പിൾ ഹാൽസിയോൺ. ഈ പെൺകുട്ടിയെ ചുറ്റിപ്പറ്റിയാണ് കേരളത്തിലെ പ്രധാന സൈബർ ചർച്ചകളും വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് അവരുടെ കണ്ടന്റ് കണ്ടിട്ട് ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞുകൊണ്ടുവരുന്ന മലയാളികളും, മറുവശത്ത് സദാചാരം പറഞ്ഞുകൊണ്ടുവരുന്ന മലയാളികളും, രണ്ടുപേരും ചേരി തിരിഞ്ഞു നിന്ന് ഇപ്പോൾ പോരടിക്കുന്ന അവസ്ഥയിലാണ്. എന്താണ് അശ്വിനിയുടെ ഇൻസ്റ്റഗ്രാമിൽ നടക്കുന്നത്? ഇന്ന് നമ്മൾ ഇതിൻ്റെ എല്ലാ വശങ്ങളും ഡീകോഡ് ചെയ്യാൻ പോവുകയാണ്. വരൂ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആരാണ് ഈ അശ്വിനി? തൻ്റെ ഗ്ലാമറസ് ഫോട്ടോകളും സെമിനോഡ് ഫോട്ടോകളും ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്ത് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സെ നേടിയെടുത്ത ഒരു ഇൻസ്റ്റഗ്രാം സെലിബ്രിറ്റിയാണ് നമ്മുടെ ഈ അശ്വിനി എ എന്ന് പറയുന്ന പെൺകുട്ടി. എന്നാൽ കഥ മാറുന്നത് ഇൻസ്റ്റഗ്രാം എപ്പോഴാണോ അവരുടെ സബ്സ്ക്രിപ്ഷൻ ഫീച്ചർ ഇന്ത്യയിൽ അവതരിപ്പിച്ചത് അവിടെ നിന്ന് കഥ മാറുകയാണ്. ക്രിയേറ്റർമാർക്ക് പണം നൽകി അവരുടെ കണ്ടന്റ് വിൽക്കാൻ കഴിയുന്ന ഒരു ഫീച്ചറാണ് ഇത്. തൻ്റെ സബ്സ്ക്രിപ്ഷൻ ഫീച്ചർ അശ്വിനി ഓണാക്കുകയും അതിന് 399 രൂപ ചാർജായി നിശ്ചയിക്കുകയും ചെയ്യുന്നു. ഇവിടെ നിന്നാണ് ആൾക്കാർ കണക്കുകൾ കൂട്ടാൻ തുടങ്ങുന്നത്. നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും പെയ്ഡ് ഇൻസ്റ്റഗ്രാം കമ്മ്യൂണിറ്റികളിൽ ഒന്നാണ് അശ്വിനിയുടേത്. 10,000 തൊട്ട് 20,000 പേര് വരെ ഇതിലെ ആക്റ്റീവ് മെമ്പേഴ്സാണ്. 399 രൂപ വെച്ച് 20,000 പേർ പൈസ അടച്ചാൽ ഒരു മാസം 78 ലക്ഷം രൂപ വരുമെന്നാണ് കണക്ക്. കുറഞ്ഞത് പിടിച്ചാൽ പോലും 40 ലക്ഷത്തിന് മേലെ ഉണ്ടാവും. ബ്രാൻഡ് പ്രൊമോഷനില്ല, യൂട്യൂബ് പരസ്യമില്ല, എന്നിട്ടും ഒരു മലയാളി പെൺകുട്ടി നേടുന്ന തുകയാണ് ഇത്. പെട്ടെന്നുള്ള വളർച്ചയാണ് ഈ വിവാദങ്ങൾക്കെല്ലാം കാരണമായത്. വിവാദങ്ങൾ വന്നതിന് ശേഷം ആൾക്കാർ വീണ്ടും കാശടച്ച് ആ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി. അകത്തുപോയി നോക്കിയവർക്ക് നിരാശയായിരുന്നു ഫലം. 399 രൂപയ്ക്ക് പബ്ലിക്കായി കാണിക്കാൻ കഴിയാത്തത് എക്സ്ക്ലൂസീവായി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പലരും അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ കണ്ടത് ഇൻസ്റ്റഗ്രാമിൽ പബ്ലിക്കായി കിടക്കുന്നതിൻ്റെ ആംഗിൾ മാത്രം മാറ്റിയെടുത്ത ചിത്രങ്ങളോ വീഡിയോകളോ ആയിരുന്നു. അതുകൊണ്ട് ഇതൊരു സ്കാമാണെന്ന് പരക്കെ പരാതി വ്യാപിക്കുന്നുണ്ട്. ഇതിനെ ഒരു സ്കാം എന്ന് വിളിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. കാരണം ഇൻസ്റ്റഗ്രാം പോളിസി വെച്ച് പൂർണ്ണനഗ്നമായ ഫോട്ടോകളോ വീഡിയോകളോ ആ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ല. അങ്ങനെ പോസ്റ്റ് ചെയ്താൽ അവരുടെ അക്കൗണ്ട് തന്നെ അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ചാൻസ് അല്ല, 100% ഉറപ്പായിട്ടും അക്കൗണ്ട് അടിച്ചു പോകും. അതുപോലെ ഈ കണ്ടന്റ് ക്രിയേറ്റർ ആരെയും നിർബന്ധിക്കുന്നില്ല. കൂടുതൽ ഗ്ലാമറസായ ചിത്രങ്ങൾ കിട്ടുമെന്ന് കരുതി കാശ് കൊണ്ടുവന്ന് കളഞ്ഞിട്ട് അവരെ ചീത്ത വിളിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. ഇതിനിടയിൽ പണം കൊടുത്താൽ എന്തും തരുമെന്നുള്ള വ്യാജമായ പ്രചരണങ്ങൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതുകൊണ്ട് അശ്വിനിയുടെ പേജിലേക്കുള്ള ട്രാഫിക് വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്നല്ലാതെ വേറെ ഒരു ഉപയോഗവും ഉണ്ടായിട്ടില്ല. ഇനി നമുക്ക് മലയാളികളുടെ സദാചാര ബോധത്തിലേക്ക് വരാം. ഈ വിഷയം കത്തിപ്പടരാൻ കാത്തു നിൽക്കുന്നത് പോലെ സദാചാര പോലീസുകാരുടെ ഒഴുക്കായിരുന്നു പുള്ളിക്കാരിയുടെ കമൻറ്റ് ബോക്സുകളിൽ. ഒരു സ്ത്രീ അവരുടെ ശരീര പ്രദർശനത്തിലൂടെ ലക്ഷ്യങ്ങൾ സമ്പാദിക്കുന്നു എന്നത് പലർക്കും ദഹിക്കുന്ന കാര്യമല്ലായിരുന്നു. അതുമാത്രമല്ല, ഈ വിമർശനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സ്ലട്ട് ഷെയ്മിങ്ങിലേക്കും തികച്ചും വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കും വഴിമാറി. ഇതിലൊരു തമാശ എന്തെന്ന് വെച്ചാൽ, ഈ സദാചാര ക്ലാസ് എടുക്കുന്നവർ തന്നെയാണ് 399 രൂപ കൊടുത്ത് ഫേക്ക് അക്കൗണ്ട് വഴി ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് നിരാശയിൽ ഇരിക്കുന്നവർ. അതല്ലെങ്കിൽ ടെലിഗ്രാമിൽ ലീക്കാകുന്ന ഫോട്ടോകൾക്കായി വെയിറ്റ് ചെയ്യുന്നവരും. കാശ് കൊടുത്തിട്ട് തങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം കിട്ടിയില്ല എന്നുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാനാണ് പലരും സദാചാരവും സംസ്കാരവും പറഞ്ഞുകൊണ്ട് കമൻറ്റ് ബോക്സുകളിൽ കിടന്ന് മെഴുകുന്നത്. ഒളിഞ്ഞു നോക്കാൻ എല്ലാവർക്കും താല്പര്യമാണ്, പക്ഷേ അത് പുറത്തു പറയാനാണ് നാണക്കേട്. ഇതാണ് യഥാർത്ഥ മലയാളി ഹിപ്പോക്രസി. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകം മാറുകയാണ്. വിദേശ രാജ്യങ്ങളെടുത്താൽ അവിടെ ഓൺലി ഫാൻസ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ വർഷങ്ങളായി ചെയ്യുന്നത് തന്നെയാണ് അശ്വിനി ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ചെയ്യുന്നതും. ഇത് ഒരുതരം പാരാസോഷ്യൽ റിലേഷൻഷിപ്പാണ്. സ്ക്രീനിനപ്പുറം കാണുന്നവരോട് ഒരു പരിധിക്ക് മേലുള്ള അടുപ്പം തോന്നൽ. ഈ ഒരു അടുപ്പം മുതലെടുത്താണ് ക്രിയേറ്റർ എക്കോണമി വർക്കാകുന്നത്. ആർക്കും ആരെ നിർബന്ധിച്ചുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയില്ലല്ലോ. ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ് സപ്ലൈ നടക്കുന്നത്. പണം കൊടുക്കാൻ തയ്യാറുള്ളിടത്തോളം കാലത്തിന് അശ്വിനിയെ പോലുള്ള 10,000-കണക്കിന് ഇൻഫ്ലുവൻസേഴ്സ് തുടരുക തന്നെ ചെയ്യും. പിന്നെ പറയാനുള്ളത്, അശ്വിനിയുടെ അക്കൗണ്ടിൽ നടക്കുന്നത് വലിയൊരു ക്രൈമൊന്നും അല്ലല്ലോ. അത് ഈ ഡിജിറ്റൽ യുഗത്തിൽ നടക്കുന്ന ഒരു സ്മാർട്ട് ബിസിനസ് തന്ത്രം, അത്രയേ ഉള്ളൂ. അതിൽ വീഴണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. പിന്നെ വേറൊരു കാര്യം, ഈ വിവാദങ്ങളും സദാചാര ചർച്ചകളും ഒരു വശത്ത് തകൃതിയായി നടക്കുമ്പോൾ അശ്വിനിയുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവ് പബ്ലിസിറ്റിയും ഒരു പബ്ലിസിറ്റിയാണെന്ന് അവർ തെളിയിക്കുന്നു.